വിശാലത ക്യാമ്പസിന്റെ വിസ്തൃതി മാത്രമല്ല, മർക്കസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠമായ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ വൈജ്ഞാനിക, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളുടെ അതിലേറെ മർക്കസ് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുടെ വിശാലതയിലേക്കാണ് നാം ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. ഈ സമ്മേളനം മനുഷ്യാവകാശ സമ്മേളനമാണ്. മർക്കസിന്റെ വിശാലതയിൽ മനുഷ്യാവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ സമ്മേളനം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലേക്കും സംഭവങ്ങളിലേക്കുമൊക്കെ ഒരുപാട് പ്രസംഗകർ, വിഷയാവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് കടന്നുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജീവിക്കാനുള്ള അവകാശമാണ് മനുഷ്യാവകാശത്തിൽ ഏറ്റവും പ്രധാനം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവകാശ നിഷേധത്തിന്റെ ഒരുപാട് വർത്തമാനകാല വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മഹത്തായ രാജ്യം മനുഷ്യാവകാശങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ്. മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുന്നത് നൈതികതയിൽ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് അന്യരാജ്യത്ത് നിന്ന് കടന്നുവന്ന് നമ്മുടെ മണ്ണിൽ ഭീകര ആക്രമണം നടത്തിയ അമീൻ അജ്മൽ കസബ് എന്ന തീവ്രവാദിയെ പിടികൂടിയ സമയത്ത് വധിക്കാതെ പരിക്കുപറ്റിയ ആളിനെ ചികിത്സിച്ച് സംരക്ഷിക്കുകയും പിന്നീട് ഭീമമായ ഒരു തുക, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 35 കോടിയിലധികം രൂപ ചെലവ് ചെയ്ത് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു. വിചാരണക്കൊടുവിൽ തെളിയിക്കപ്പെട്ട കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി തീർപ്പുണ്ടാവുകയും ആ വിധി തീർപ്പിനൊടുവിൽ വിധി നടപ്പാക്കുകയും ചെയ്തു. ഇതാണ് നൈതികത കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വർത്തമാനകാല ഇന്ത്യയിൽ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളുടെ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ അത് കേവലം രാഷ്ട്രീയമായ തലത്തിൽ ഒതുങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത് മറ്റൊന്നുമല്ല. ഈ അടുത്ത ദിവസം ദില്ലിയിൽ കൂട്ടമായ മാനഭംഗത്തിന് ഇരയായ ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും പാകിസ്ഥാനിൽ മലാല യൂസുഫ്സായി എന്ന പെൺകുട്ടി തലതിരിഞ്ഞ താലിബാനികളാൽ വെടിയേൽക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലും ഈ രണ്ട് വിഷയങ്ങളെയാണ് ഞാനൊന്ന് താരതമ്യം ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, മലാല യൂസുഫ്സായിക്ക് വെടിയേറ്റപ്പോൾ വെടിയേൽക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച്, പരിസരങ്ങളെക്കുറിച്ച് വമ്പിച്ച ചർച്ച നടന്നു. അതേസമയത്ത് എപ്പെട്ടപ്പോ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ചിലപ്പോൾ മൻമോഹൻ സിംഗിൽ, വേറെ ചിലപ്പോൾ സുശീൽ കുമാർ ഷിൻഡയിൽ, വേറെ ചിലപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ, മറ്റു ചിലപ്പോൾ ഷീല ദീക്ഷിതിൽ, ഇങ്ങനെ രാഷ്ട്രീയമായി ഒതുക്കുക വഴി ഈ വിഷയത്തിന് നിമിത്തമായി വർത്തിച്ച അടിസ്ഥാന ഘടകത്തെപ്പറ്റി സാംസ്കാരിക ഇന്ത്യ ചർച്ച ചെയ്യാതെ പോയി എന്നതാണ്. മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ അവകാശങ്ങളുടെ യഥാർത്ഥ പിതാവ് ആധുനിക ലോകത്ത്, ചരിത്രം അംഗീകരിച്ച ലോകത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് അറഫയിലും മിനയിലുമായി
അവസാന ഹജ്ജ് വേളകളിൽ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും തന്റെ ജീവിതത്തിലുടനീളം നുബുവത്തിന് മുമ്പും നുബുവത്തിന് ശേഷവും, ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും, മക്കം ഫത്ഹിന് മുമ്പും മക്കം ഫത്ഹിന് ശേഷവും ശത്രുക്കളോടും മനുഷ്യരോടും സ്വീകരിച്ച വിശാലമായ മനുഷ്യാവകാശം ലോകതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ഇനിയുമേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആധുനിക ലോകത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ മുമ്പിൽ പ്രവാചകരുടെ നിലപാടുകളെ കൂടുതൽ അംഗീകരിക്കപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും ഇടവരുത്തുകയും വേണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പ്രവാചകരെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് ഏവർക്കും ആ പ്രവാചകരിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നാണ്. മനുഷ്യാവകാശമായാലും മറ്റേത് മേഖലകളായാലും പ്രവാചക തിരുമേനി കാണിച്ചു തന്ന ഒരു ലൈനിലേക്ക് ആധുനിക ലോകത്തിന്റെ ചിന്ത നീങ്ങണമെന്ന് പറയുമ്പോൾ ഇത് മതപരിവർത്തനത്തിനുള്ള ആഹ്വാനമല്ല, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ ഒരു ആലോചനയിൽ പരീക്ഷിക്കപ്പെടാവുന്നതാണെന്നുള്ള വിനീതമായ ഒരു അഭിപ്രായം ഈ വിജ്വൽ സദസ്സിന്റെയും ഈ വിജ്വൽ വേദിയുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ ദൗത്യ നിർവഹണത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അവറുകളാണ്. ഫൈസിയെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ വിശിഷ്ടാതിഥി മർക്കസിന്റെ സഹകാരിയും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ അദ്ദേഹമാണ്. മുല്ലപ്പള്ളി അവരുകളെ ഈ സദസ്സിന് പരിചയപ്പെടുത്തുന്നത് അതിലെ അസാംഗത്യം മനസ്സിലാക്കി